2026 ഫിഫ വേൾഡ് കപ്പ് കിക്ക് ഓഫ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ വേൾഡ് കപ്പിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ആദ്യമായി 3 രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ഈ വേൾഡ് കപ്പിൽ 48ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഹോസ്റ്റ് രാജ്യവും ഒരു പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യവും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ വേൾഡ് കപ്പിൽ റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ എന്നീ രാജ്യങ്ങൾ ബാൻഡാണ്. UPSC പ്രിലിംസിൽ സ്പോർട്സ് എല്ലാ വർഷവും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ക്രിക്കറ്റ്, ചെസ്സ്, ഈവൻ ഈ കഴിഞ്ഞ പേപ്പറിൽ ടെന്നീസ് പോലും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു UPSC ആംഗിൾ ഫിഫ വേൾഡ് കപ്പിനെ നോക്കിക്കണ്ടാലോ. ഏത് രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിട്ടുള്ളത്? ബ്രസീലായിരിക്കും അല്ലേ? ബ്രസീൽ തന്നെ. ഇതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കറണ്ട് അഫയേഴ്സിനെ, ജനറൽ കറണ്ട് അഫയേഴ്സിനെ നമുക്ക് ഗ്രീനായി ലേബൽ ചെയ്യാം. ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് കുറച്ച് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ബ്രസീലിന് ശേഷം 2-3 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ ഏതായിരിക്കും? കുറച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. ഇതിനെ നമുക്ക് ഓറഞ്ചായി ലേബൽ ചെയ്താലോ. ഇനിയും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് കുറച്ചുകൂടെ ഡെപ്തിൽ പോകാം. ഫിഫ എല്ലാ വർഷവും നടന്നിട്ടുണ്ടോ, അതോ എപ്പോഴെങ്കിലും സസ്പെൻഡ് ആയിട്ടുണ്ടോ? ഫിഫയുടെ കീഴിൽ ഫുട്ബോൾ മാത്രമാണോ, അതോ മറ്റേതെങ്കിലും സ്പോർട്സ് കൂടിയുണ്ടോ? ഇതുപോലെ കുറച്ചുകൂടി ഡെപ്തിൽ പോകേണ്ടത് നമുക്ക് റെഡായി ലേബൽ ചെയ്യാം. UPSC പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിനെ ഇതുപോലെ പല ലെവലിൽ, പല ഡെപ്തിൽ, പല ഗ്രഡേഷനിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അതിന് എക്യുപ്ഡ് ആക്കാനായി എൻലൈറ്റ് IAS അവതരിപ്പിക്കുന്നു വർത്തമാന മാർഗ, കറണ്ട് അഫയേഴ്സ് എക്സ്ക്ലൂസീവ് പ്രോഗ്രാം. സ്റ്റേ ട്യൂൺ ഫോർ വർത്തമാന മാർഗ.